കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് എവിടെയാണെന്ന്. ഞാൻ ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങലാണ്. ഞാനൊരു ആറ്റിങ്ങൽക്കാരിയാണ്. അപ്പം എൻ്റെ വിചാരം ഞാൻ ആക്ച്വലി എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും സർപ്രൈസ് കൊടുക്കാനാണ് പോകുന്നതെന്നാണ്. ഞാൻ വരുമെന്നവർക്കറിയാം, പക്ഷേ ഏത് ഡേറ്റാണ് എന്നവർക്കറിയത്തില്ല. അപ്പം ഞാൻ അവർക്കൊരു റോങ് ആയിട്ടുള്ളൊരു ഡേറ്റാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത് എന്നാണ് ഈ കഴുത ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല നടന്നത്. ടിക്കറ്റ് എടുത്തപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് 2 വീട്ടിലും വിളിച്ച് പറഞ്ഞു കൊടുത്തു ഞാൻ ഇന്ന ദിവസമാണ് വരുന്നതെന്ന്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പട്ടിക്കുട്ടി ചാർലിക്ക് 3 പൂച്ചക്കുട്ടിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം ഞാൻ ഇന്നാ വരുന്നതെന്ന്. എന്നിട്ട് ഞാൻ കിടന്ന് മെനക്കെട്ട് കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും ഞാൻ പമ്മി പിറകെ കൂടെ കയറി വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അപ്പോഴും കയറി വരുമെന്ന്. അതിലവർ കുറച്ച് സർപ്രൈസ്ഡ് ആയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർക്ക് അറിയായിരുന്നു ഞാൻ ഇന്ന് വരുമെന്ന്. അതുകൊണ്ട് അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടാണ് വരുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് ഇത്രയും കോപ്പറാണ്ടത്തരമൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ ഞാൻ പൊട്ടിയാണ്. ഞാൻ അവിടെ വന്ന് ഒളിച്ചു വന്നപ്പോഴത്തേക്കും അവർ കണ്ണാടി കൂടി റൂമിനകത്തിരുന്നപ്പോൾ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നതും കാണുകയും ചെയ്തു. അടുത്ത വർഷമെങ്കിലും കുറച്ച് അടിപൊളി സർപ്രൈസ് പ്ലാൻ ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ പോയി കണ്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. എൻ്റെ യുവിക്കുട്ടൻ എന്നോട് പറഞ്ഞു തീരാനായിട്ട് ഒരുപാട് കഥകളുണ്ട്. 20 ദിവസം അവന് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പൂച്ചക്കുട്ടിയെ കാണിക്കുന്നു, പട്ടിക്കുട്ടിയെ കാണിക്കുന്നു. ഞങ്ങളാകെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.